മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് SDPI CPIM സംഘർഷം. CPIM പ്രവർത്തകർ SDPIയുടെ ആംബുലൻസിന്റെ ചില്ല് തകർത്തു. പിന്നാലെ SDPI പ്രവർത്തകർ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ സംഘർഷം തുടങ്ങിയത്. വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യഗായത്രി, ഇങ്ങനൊരു സംഘർഷം നടന്നിരിക്കുന്നു, നടു റോട്ടിലാണ് സംഭവം നടക്കുന്നത്. ഇതിന് പിന്നിലുള്ള കാരണം എന്താണ്? കുറച്ചു നാളായിട്ട് SDPI CPM സംഘർഷം ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നതാണ്. അതിന്റെ തുടർച്ച എന്നോണമാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത്. അതിന്റെ തുടക്കം എന്നത് CPM പ്രവർത്തകൻ, അതായത് അഴീക്കോട് ജംഗ്ഷനിൽ വെച്ച് രാത്രിയിൽ CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ SDPI പ്രവർത്തകർ ആക്രമിച്ചു. 3 SDPI പ്രവർത്തകരാണ് ദീപുവിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഈ CPI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. കൈപ്പാടി, കുമ്മി, പള്ളിമുക്ക് ജംഗ്ഷനിൽ SN മനസ്സിലെ നാദർഷയുടെ വീടിന്റെ ജനൽ ഗ്ലാസുകളും സമതിന്റെ വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന SDPIയുടെ ആംബുലൻസിന്റെ ഗ്ലാസും മാരുതി ഓൾട്ടോ കാറും ഉൾപ്പെടെ തുടർന്ന് CPM പ്രവർത്തകർ തല്ലി തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നാലെയാണ് ഈ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ആംബുലൻസ് SDPIക്കാർ രാത്രി 1 മണിയോടുകൂടി നെടുമങ്ങാട് ആശുപത്രിക്ക്, താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്ത് വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആക്രമണ പ്രത്യാക്രമണങ്ങളാണ് ഇന്നലെ ഇപ്പോൾ നെടുമങ്ങാട് നടന്നിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഈ ഒരു സ്ഥലത്ത് SDPI CPM പ്രവർത്തകർ, ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ തമ്മിലുള്ള സംഘർഷം നടക്കാറുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റതും പിന്നീട് SDPI പ്രവർത്തകരുടെ ആംബുലൻസുകൾ CPM പ്രവർത്തകർ തകർക്കുന്നു. CPM പ്രവർത്തകരുടെ, അതായത് ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് അത് SDPI പ്രവർത്തകർ തകർക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെയും ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ സൂര്യഗായത്രി, എന്നാലും CPIMന്റെയും അതോടൊപ്പം തന്നെ SDPIയുടെയും എത്ര പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നത്? മറ്റു നടപടികളൊക്കെ എങ്ങനെയാണ്? നിലവിൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആർക്ക് എതിരെയും അത്തരത്തിൽ പേര് നിർദ്ദേശിച്ചുകൊണ്ട് കേസെടുത്തിട്ടില്ല, പരാതികൾ വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ ആംബുലൻസുകൾ ഉൾപ്പെടെ തല്ലി തകർത്തുകൊണ്ടും കത്തിച്ചുകൊണ്ടും ഉള്ള ആക്രമണമാണ് ഈ റോഡിൽ നടന്നത്. പ്രത്യേകിച്ച് നെടുമങ്ങാട് ആശുപത്രിക്ക് മുൻവശത്ത് കിടന്ന ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് ആണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത് മറ്റ് വാഹനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ സംഭവത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ശരി സൂര്യഗായത്രി, വ്യക്തമാണ്. നടു റോഡിലാണ് സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് SDPI CPIM സംഘർഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. CPIM പ്രവർത്തകർ SDPIയുടെ ആംബുലൻസിന്റെ ചില്ല് തകർക്കുന്നത് നമ്മൾ കണ്ടു. ഹെൽമറ്റും മാസ്കും ധരിച്ചാണ് ഇവർ ഈ പ്രക്ഷോഭം ചെയ്തിരിക്കുന്നത്. SDPIയുടെ ആംബുലൻസിന്റെ ചില്ല് തകർത്തു. പിന്നാലെ SDPI പ്രവർത്തകർ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഡിവൈഎഫ്ഐയുടെ ആംബുലൻസും കത്തിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ സംഘർഷം ഉണ്ടായത്. എന്തായാലും മറ്റ് നടപടികളൊക്കെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യഗായത്രിയാണ്.